ആ CI അടുത്താണ് പറയുന്നത്. 1, 2, 3 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന LDF-ഉം നിങ്ങൾ അണ്ണനുമൊക്കെ അങ്ങ് വീട്ടിലിരിക്കും. എന്റെ ഏറെ പ്രിയപ്പെട്ട വർക്കലത്തെ CI-യോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പോലീസുകാരും ചെറ്റകളാണെന്ന് പറയുന്നില്ല, എന്നാലും ചെറ്റകളായിട്ടുള്ള പോലീസുകാരോട് പറയുന്നു, ഞങ്ങളൊക്കെ സ്ഥലം മാറ്റിക്കളയും. LDF-ന്റെ ഏറ്റവും വലിയ നേതാവ് വർക്കല CI ആണ്. അദ്ദേഹം ഇവിടെ എന്റെ വാക്കുകൾ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, വർക്കല SHOയുടെ മുഖത്ത് നോക്കി വെല്ലുവിളി നടത്തി KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് സൈദലി. വർക്കല SN കോളേജിന് സമീപം നടന്ന കോളേജ് യൂണിയൻ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു പോലീസിനെതിരെ ഇദ്ദേഹം രൂക്ഷ വിമർശനവും ഭീഷണിയും മുഴക്കിയത്. പാർട്ടി എന്ന് പറഞ്ഞ് കോളേജിന്റെ മുമ്പിൽ മൈക്ക് കെട്ടിയപ്പോൾ അതിന് വടിയും കുത്തി കാവൽ നിന്ന ആളാണ് CI. ആ CI ഇന്ന് നമ്മുടെ വണ്ടി വളരെ കുറച്ച് ബോക്സുകൾ മാത്രം വെച്ച് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ വിളിച്ചിട്ട് പറയുകയാണ്, ഇത് പറ്റൂല, ഇതിവിടെ പറ്റൂല. എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് നടത്തുമ്പോൾ നിങ്ങളും നടത്തിക്കോന്ന് അന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ അങ്ങനെ അന്ന് പലതും പറയും, പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പം അങ്ങ് സമ്മതിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിന് നാടൻ ഭാഷയിൽ വേറെ പലതുമാണ് പറയുന്നത്. MLA പറയുന്നത് മാത്രം കേൾക്കുന്ന ഉദ്യോഗസ്ഥനാണ് വർക്കല CI എന്ന് സൈദലി ആരോപിച്ചു. വരാനിരിക്കുന്ന നാളുകളിൽ UDF ഭരണത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു UDF MLA ആയിരിക്കും ഉണ്ടാവുക. അന്ന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്ന് അദ്ദേഹം CIക്ക് മുന്നറിയിപ്പ് നൽകി. ഒന്ന് മാറിയതേ ആ CI അടുത്താണ് പറയുന്നത്. 1, 2, 3 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന LDF-ഉം നിങ്ങൾ അണ്ണനുമൊക്കെ അങ്ങ് വീട്ടിലിരിക്കും. അതിന് പകരം ഇവിടെ UDF-ന്റെ ഗവൺമെന്റ് ഉണ്ടാകും, ഇവിടെ UDF-ന്റെ ഒരു MLA ഉണ്ടാകും. അന്ന് CIക്കും പോലീസുകാർക്കും എല്ലാ പോലീസുകാരും ചെറ്റകളാണെന്ന് പറയുന്നില്ല, എന്നാലും ചെറ്റകളായിട്ടുള്ള പോലീസുകാരോട് പറയുന്നു, ഞങ്ങളൊക്കെ സ്ഥലം മാറ്റിക്കളയും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങളെ സ്വാധീനിച്ച് ബുദ്ധിമുട്ടിച്ച് ഒന്നുമല്ല പറയുന്നത്. ജനാധിപത്യപരമായി നമ്മൾ നീക്കം ചെയ്യുമ്പോൾ, ജനാധിപത്യപരമായി നമ്മൾ നീങ്ങുന്ന സമയത്ത് അന്ന് നിങ്ങൾ കാപ്പ് വെക്കാൻ വേണ്ടി, ഹലോ മോനെ അണ്ണൻ പറഞ്ഞതൊന്ന് കേൾക്കണേ എന്ന് പറയാൻ വേണ്ടി ഒരണ്ണനും നിങ്ങളെ വിളിക്കാൻ കാണില്ല, ഒരണ്ണനും നിങ്ങളെ പിന്തുണയ്ക്കാൻ കാണില്ല. ഇവിടെ UDF-ന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ KSUവിന്റെ വിജയത്തിന് വേണ്ടി സെപ്റ്റംബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പാണിത്. 3, 4 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പാണ്. അന്ന് പ്രിയപ്പെട്ട നമ്മുടെ കോളേജിന്റെ കണ്ണിലുണ്ണിയായിരുന്ന ഒരു പ്രിൻസിപ്പള് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണിലുണ്ണിയാവുന്നതിന് പകരം SFIയുടെ നേതൃത്വത്തിന് കണ്ണിലുണ്ണിയായതിന്റെ ഭാഗമാണ് നമ്മൾ 3-4 മാസം കഴിഞ്ഞ് ഇലക്ഷൻ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ആദ്യത്തെ വട്ടമാണോ ഇങ്ങനെ? ഒന്നാമത്തെ തവണ നമ്മൾ യൂണിയൻ പിടിക്കുന്ന സമയത്ത് 14 വർഷങ്ങൾക്ക് ശേഷം ഈ വർക്കല SN കോളേജിന്റെ ശിവഗിരിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ കലാലയ മുറ്റത്ത് നമ്മൾ യൂണിയൻ പിടിക്കുന്ന സമയത്ത് അന്നും ഇവർ ഇതുപോലെ ഇലക്ഷൻ അട്ടിമറിച്ചു. 3 മാസം കഴിഞ്ഞാണ് നമ്മൾ നടത്തിയത്. അന്നെന്താ ഉണ്ടായത്? മുഴുവൻ സീറ്റിലും KSU വിജയിച്ചു. രണ്ടാമത്തെ വർഷം ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അന്നെന്താ ഉണ്ടായത്? മുഴുവൻ സീറ്റിലും KSU ജയിച്ചു. മൂന്നാമത്തെ വർഷം, അതായത് ഇന്നത്തെ ദിവസം, ഇവർ അട്ടിമറിക്കപ്പെട്ടിട്ടും എല്ലാത്തിനും മുകളിൽ ഞങ്ങൾ ഈ എൻ്റെ ഏറെ പ്രിയപ്പെട്ട വർക്കലത്തെ CI-യോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടും എൻ്റെ വീടും അടുത്തടുത്താണോ? നമ്മൾ തമ്മിൽ വല്ല അതിർത്തി തർക്കത്തിൻ്റെ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കുടിവെള്ളം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരു ബക്കറ്റ് കുടിവെള്ളം ഞാൻ അധികം കോരി എന്ന് പറഞ്ഞ് CI-യുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്തരത്തിലുള്ള മനോഭാവമാണ് വർക്കലത്തെ CI കാണിക്കുന്നത്. അത്തരത്തിലുള്ള മനോഭാവം ദയവ് ചെയ്ത്, ഞങ്ങളൊക്കെ സാറിൻ്റെ അനിയൻ്റെ പ്രായം മാത്രമാണുള്ളത്, അനിയത്തിമാരുടെ പ്രായം മാത്രമാണുള്ളത്. ബഹുമാനപ്പെട്ട CI തെറ്റുതിരുത്തണം. ഇത്തരം ഇടതുപക്ഷ നിലപാടുകൾക്ക് കൂട്ടുനിൽക്കരുത്, ഇത്തരം അനീതികൾക്ക് കൂട്ടുനിൽക്കരുത്, ഇത്തരം സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കരുത്. താങ്കൾ കൂട്ടുനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഈ നാടിൻ്റെ ജനാധിപത്യത്തെ പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയും ഈ നമ്മുടെ നാട്ടിൽ അഴിമതിയും അല്ലെങ്കിൽ തല്ലുകളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ നോക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിലവിൽ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ് സൈദലി. വർക്കല SN കോളേജിന്റെ സംഘടനാ ചുമതലയും ഇദ്ദേഹത്തിനാണ്. 2017 പാളയംകുന്ന് GSS, തുടർന്ന് ആറ്റിങ്ങൽ ITI, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ KSU യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ ITI UUC ആയും വർക്കല അസംബ്ലി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. SN കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വിജയത്തോടനുബന്ധിച്ച് നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു പോലീസിനെതിരായ ഈ പരസ്യ വെല്ലുവിളി. നിങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന CPM ജില്ലാ സെക്രട്ടറിയോട് ഞങ്ങളൊരു കാര്യം ആവർത്തിച്ച് പറയുന്നു. ഏറെ പ്രിയപ്പെട്ട ജോയി അണ്ണ, നിങ്ങൾ വേറെ എവിടെയും പോയി മത്സരിക്കരുത്. ഞങ്ങൾക്ക് വേണം 10-10,000 വോട്ടിന് വർക്കല നിയോജക മണ്ഡലത്തില് UDF-ന് ജയിക്കാൻ വർക്കല MLA ആയിട്ടുള്ള V ജോയി അണ്ണ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രം
LDFന്റെ ആരെങ്കിലും ഒക്കെ LDFന്റെ ഏറ്റവും വലിയ നേതാവ് വർക്കല CI ആണ്. അദ്ദേഹം ഇവിടെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, രാത്രി 10 മണി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അണ്ണനോട് വിളിച്ചു പറയാം, അണ്ണാ വർക്കല നിങ്ങൾ മത്സരിപ്പിക്കണം. വർക്കല നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ UDF ഉണ്ടെന്ന് നിങ്ങളെ പ്രിയപ്പെട്ട പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ KSUവിനെ സ്നേഹിച്ച, KSUവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച, ഇന്നും ഇന്നലെയുമായിട്ടുള്ള ദിവസം, ഇന്നിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഇന്നാണ് കോളേജ് തുറക്കുന്ന ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ യൂണിയൻ ജയിച്ചു. ഈ യൂണിയൻ പലരും എൻ്റെ പേരൊക്കെ ഉൾപ്പെടെ പറയുന്നത് കേട്ടു. പക്ഷേ എൻ്റെ പേരിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ട നൈസാമുക്കയുടെ പേര്, പ്രിയപ്പെട്ട PM ബഷീറിൻ്റെ പേര്, നൈസാമ് ഇവർ ചാർത്തി തന്ന 3-4 കേസുകളുമായി ബന്ധപ്പെട്ട് അടുക്കളയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നൈസാമുക്കായ്മൊക്കെ 3-4 ദിവസം അടുക്കളയിൽ 2-3 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഉൾപ്പെടെ നൈസാമുക്കാരെ ഉൾപ്പെടെ വീടുകളിൽ 3-4 വട്ടം പോലീസ് കയറിയിട്ടുണ്ട്. എൻ്റെ രക്ഷകർത്താക്കളെ ഉൾപ്പെടെ വിരട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനുമുള്ള മറുപടിയാണ് ഇന്നത്തെ വിജയം. ആ വിജയത്തിന് നേതൃത്വം കൊടുത്ത വർക്കല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസുകാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. വർക്കല SN കോളേജിൽ മുഴുവൻ സീറ്റിലും KSU. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.